ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഏക് ദിൻ എന്ന മൂവിയാണ്. നിങ്ങൾ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചൊരു ദിവസം, ഒരുപാട് ആഗ്രഹങ്ങൾ സാധിച്ചൊരു ദിവസം, ആത്മാർത്ഥമായിട്ട് ഒരാളെ പ്രണയിച്ചു തുടങ്ങിയ ദിവസം, ആ ഒരു ദിവസത്തിന്റെ എല്ലാ മെമ്മറീസും നിങ്ങൾക്ക് നഷ്ടമാവുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഈ മൂവിയിൽ നായികയ്ക്കും അങ്ങനെ സംഭവിച്ചാലോ? അപ്പൊ നമുക്ക് മൂവിയിലേക്ക് കടക്കാം. അതിനുമുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ നായകനായ ദിനേശിനെയാണ്. അവനൊരു സാധാരണ പയ്യനായിരുന്നു. ആരാലും അവൻ ശ്രദ്ധിക്കപ്പെട്ടതേയില്ല. ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിലെ IT ഡിപ്പാർട്ട്മെന്റിലായിരുന്നു അവൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെയുള്ള ആർക്കും അവന്റെ പേര് പോലും ഓർമ്മയുണ്ടായിരുന്നില്ല. അവന്റെ അമ്മയാകട്ടെ അവന് വേണ്ടി പെൺകുട്ടികളെ ആലോചിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ഒരു പെൺകുട്ടിക്കും അവനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ ദിനേശിന് അവൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ മീര എന്ന് പറയുന്ന നമ്മുടെ നായികയെ ഇഷ്ടമായിരുന്നു. പക്ഷെ അവളോട് സംസാരിക്കാനോ അവളുടെ അടുത്തേക്ക് പോകാനുള്ള ധൈര്യമൊന്നും തന്നെ അവനുണ്ടായിരുന്നില്ല. അവളെപ്പോലൊരു പെൺകുട്ടി തന്നെ ഒരിക്കലും ഇഷ്ടപ്പെട്ടില്ല എന്ന് അവൻ അറിയാമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം തന്റെ ലാപ്ടോപ്പിലെ ഒരു ഇഷ്യൂ പരിഹരിക്കാൻ വേണ്ടിയിട്ട് മീര ദിനേശിനെ വന്ന് വിളിക്കുന്നു. അവൻ ഒരുപാട് സന്തോഷത്തോടു കൂടി അവളുടെ ലാപ്ടോപ്പിന്റെ ഇഷ്യൂ മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അവളുടെ ടേബിളിലുണ്ടായിരുന്ന ഒരു ചെറിയ ബൊമ്മ അവന്റെ കൈ തട്ടി താഴേക്ക് വീണു. അയ്യോ, നിങ്ങളുടെ സ്നോമിക്കു ഞാൻ അറിയാതെ തട്ടിയിട്ടതാണെന്ന് അവൻ പറയുന്നു. അത് കേട്ടതും മീര ഒന്ന് ഞെട്ടി. അവളുടെ ലൈഫില് അവൾക്കും അവളുടെ അച്ഛനും മാത്രമേ ഈ ഒരു സാധനത്തിന്റെ പേരറിയൂ. ഈ സ്നോമിക്കിനും അറിയാവുന്ന വേറെ ആരെയും തന്നെ താൻ കണ്ടിട്ടില്ല എന്നാണ് അവൾ പറയുന്നത്. പക്ഷെ തനിക്കറിയാമെന്ന് ദിനേശ് പറയുന്നു. ഈ സ്നോമിക്കു സാധാരണയായിട്ട് ജപ്പാൻ എന്ന രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടൊരു ചെറിയ ബൊമ്മയാണ്. മീരയുടെ ഏറ്റവും വലിയ ആഗ്രഹവും ജപ്പാനിൽ പോകാനായിരുന്നു. അവളുടെ അച്ഛൻ മിലിറ്ററിയിലായിരിക്കുന്ന സമയത്താണ് അവൾക്ക് 3 സ്നോമിക്കുവിനെ കൊണ്ടുകൊടുത്തത്. അതിൽ ഓരോ ബൊമ്മയും ഡിഫറന്റ് ആയിട്ടുള്ളതായിരിക്കും. പിന്നീട് 3 എണ്ണം അവൾ എവിടെ നിന്നൊക്കെയോ കളക്ട് ചെയ്തു. അങ്ങനെ മുഴുവൻ 6 എണ്ണം അവളുടെ കയ്യിലുണ്ട്. 7ാമതായിട്ട് ഒരു ബൊമ്മയും കൂടി കിട്ടിയെങ്കിൽ മാത്രമേ ആ ജോഡി കംപ്ലീറ്റ് ആകൂ. എന്നെങ്കിലും തനിക്ക് ജപ്പാനിൽ പോകണമെന്നാണ് ആഗ്രഹമെന്നും അവിടെ പോയി കഴിഞ്ഞാൽ കാണാനുള്ള സ്ഥലങ്ങളെല്ലാം താൻ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നും അവൾ ദിനേശിനോട് പറയുന്നു. അവളുടെ ലാപ്ടോപ്പ് ശരിയാക്കിയിട്ട് അവൻ പോകാൻ നേരം താങ്ക് യു ദിനേശ് എന്ന് അവൾ പറഞ്ഞതും നിനക്കെങ്ങനെ എന്റെ പേരറിയാമെന്ന് അവൻ ചോദിക്കുന്നു. നിന്റെ ID കാർഡിൽ ഞാൻ ശ്രദ്ധിച്ചു എന്നാണ് അവൾ പറയുന്നത്. ഇന്നേവരാരും അവന്റെ പേര് പോലും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. തന്നെ ദിനേശ് എന്ന് വിളിക്കണ്ട, ദിനോ എന്ന് വിളിച്ചാൽ മതിയെന്ന് അവൻ പറയുന്നുണ്ട്. അപ്പം മുതൽ അവൾ അവനെ ദിനോ എന്ന് വിളിക്കാൻ തുടങ്ങി. ആ കമ്പനിയിലെ മാനേജറായ നകുലുമായിട്ട് മീരയ്ക്ക് ഒരു ബന്ധം ഉണ്ടായിരുന്നു. നകുലിന്റെ വൈഫ് റിതു വളരെയധികം ടോക്സിക് ആണെന്നും അവനെ ഒരു രീതിയിൽ സന്തോഷത്തോടെ ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്നുമാണ് അവൻ എല്ലാവരോടും പറഞ്ഞിരുന്നത്. ഋതുവുമായിട്ട് അവൻ ഡിവോഴ്സിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഓരോ ദിവസവും ഋതു എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഡിവോഴ്സ് നീട്ടിക്കൊണ്ടേയിരുന്നു. ഭാര്യയുമായിട്ട് അകന്നു കഴിയുന്ന ആ ഒരു ഗ്യാപ്പിലാണ് നകുല് മീരയുമായിട്ട് ഇഷ്ടത്തിലാകുന്നത്. അവന്റെ ഡിവോഴ്സ് കഴിഞ്ഞാലുടനെ മീരയെ വിവാഹം കഴിക്കാമെന്നായിരുന്നു അവൻ പറഞ്ഞിരുന്നത്. അവന്റെ ആ ഒരു വിഷമഘട്ടത്തിൽ അവൾ കൂടെയുള്ളത് അവനൊരു ആശ്വാസമായിരുന്നു. പലപ്പോഴും ഇവർ ഒരുമിച്ച് ലഞ്ച് കഴിക്കാൻ പോകാൻ തുടങ്ങി. ഓഫീസിലെ മീരയുടെ ഫ്രണ്ട്സിനൊക്കെ ഇവർ തമ്മിലുള്ള ബന്ധം അറിയാമായിരുന്നു. ടോക്സിക് ആയിട്ടുള്ളൊരു വൈഫിനേക്കാൾ നല്ലത് മീര തന്നെയാണെന്ന് എല്ലാവരും പറയാൻ തുടങ്ങി. പക്ഷെ ഈ ഒരു കാര്യം ദിനോയുടെ ശ്രദ്ധയിലും പെട്ടതോടുകൂടി അവൻ ആകെ സങ്കടത്തിലായി. തന്റെ ലൈഫിലെ എല്ലാ സന്തോഷങ്ങളും വിഷമങ്ങളും എല്ലാം തന്നെ മീര തന്റെ റൂംമേറ്റ് ശ്രുതിയോടായിരുന്നു ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം നകുല് തന്റെ ടീമിനോട് പറയുന്നുണ്ട്, ഈ വർഷം നമ്മൾ വളരെയധികം വലിയൊരു ടാർഗറ്റാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് കമ്പനി വക എല്ലാവർക്കും ഒരു ട്രിപ്പ് ഓഫർ ചെയ്യുന്നുണ്ടെന്ന്. ആദ്യം ഗോവയിലേക്ക് പോകാനായിരുന്നു അവർ ഇരുന്നത്. എന്നാൽ മീരയ്ക്ക് ജപ്പാൻ ഇഷ്ടമായതുകൊണ്ട് 5 ദിവസത്തെ ജപ്പാൻ ട്രിപ്പായിരുന്നു അവർ പ്ലാൻ ഇട്ടത്. ആ ഒരു പ്ലാൻ കേട്ടതും മീരയായിരുന്നു ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതും. അവൾ നകുലിനോട് ഒരുപാട് താങ്ക്സ് പറയുന്നു. അങ്ങനെ അവരെല്ലാവരും ജപ്പാനിലേക്ക് പോകുന്നു. അവിടെ പല ആക്ടിവിറ്റീസിലും ഇവർ പങ്കെടുക്കുന്നുണ്ട്. 7ാമത്തെ സ്നോമിക്കുവിനെ കൂടി എങ്ങനെയെങ്കിലും കളക്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് മീര മെഷീനിൽ കോയിൻ ഇട്ട് ഒരു ബോൾ എടുത്തു. ആ ബോൾ തുറന്നു നോക്കിയപ്പോൾ അവളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു സ്നോമിക്കുവിനെയാണ് കിട്ടിയത്. ഇതുവരെയും കിട്ടാത്ത ആ 7ാമത്തെ സ്നോമിക്കുവിനെ അവൾക്ക് കിട്ടിയില്ല. അത് സാരമില്ല, നീ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യാൻ നകുൽ അവളോട് പറയുന്നു. എന്നാൽ ഇതൊരു ലക്കാണെന്നും ഒരു തവണ ട്രൈ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ അപ്പൊ തന്നെ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുന്നത് മണ്ടത്തരമാണെന്ന് അവൾ പറയുന്നു. എന്നാൽ നീ ഇത് എനിക്ക് തന്നേക്കാൻ നകുൽ അവളോട് പറഞ്ഞതും അത് വേണ്ട, ഇത് എന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ എന്നാണ് അവൾ പറയുന്നത്. ജപ്പാനിലെ ഓരോ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നതിനിടയിൽ നമ്മുടെ നായകൻ ദിനോയുടെ സ്പെക്സ് ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പിന്ന് വെച്ചിട്ടാണ് അവൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരുന്നത്. അവിടെ ഒരു ബെല്ലടിച്ചിട്ട് ആൾക്കാര് തങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ദിനോയും അവിടെ പോയി നിന്ന് ഒരു ദിവസത്തേക്കെങ്കിലും മീര എന്റെ ഗേൾഫ്രണ്ട് ആയിരിക്കണേന്ന് വെറുതെ ആഗ്രഹിക്കാൻ ആരംഭിച്ചു. എന്നാൽ അവൻ ആ ബെല്ലടിച്ചില്ല. പക്ഷെ അവൻ നടന്നുപോയി കഴിയുമ്പോൾ അവിടെ വലിയൊരു കാറ്റടിച്ച് ആ ബെല്ല് തനിയടിച്ചു. നകുല് മീരയോട് പറയുന്നുണ്ട്, എല്ലാവരും ജപ്പാനിൽ നിന്ന് 5 ദിവസം കഴിയുമ്പോൾ പോകും. നമ്മൾ 2 ദിവസവും കൂടെ കഴിഞ്ഞിട്ടേ പോകൂ. ആ 2 ദിവസം നമ്മൾ മാത്രം ഇവിടെ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യും. അതായിരുന്നു അവന്റെ പ്ലാൻ. അതുകൊണ്ട് എല്ലാവരും പോയ ശേഷം 2 ദിവസം കൂടെ കഴിഞ്ഞിട്ടുള്ള റിട്ടേൺ ടിക്കറ്റ് ആയിരുന്നു അവൻ ബുക്ക് ചെയ്തിരുന്നത്. എന്നാൽ നകുലിന്റെ എല്ലാ പ്ലാനും തെറ്റിച്ചുകൊണ്ട് അവിടേക്ക് സർപ്രൈസ് ആയിട്ട് അവന്റെ വൈഫ് ഋതു വരുന്നു. അവൾ ഒരുപാട് സന്തോഷത്തോടെ വന്ന് അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ആദ്യം നകുലൊന്ന് ഞെട്ടിയെങ്കിലും അവളോട് വളരെയധികം ഹാപ്പി ആയിട്ടാണ് അവൻ സംസാരിച്ചതും ഹഗ് ചെയ്തതും എല്ലാം തന്നെ. ഇത് കണ്ട് അവന്റെ കൊളീഗ്സ് എല്ലാം ഞെട്ടിത്തെറിച്ച് നിൽക്കുകയായിരുന്നു. കാരണം അവന്റെ വൈഫിനെ കണ്ടു കഴിഞ്ഞാൽ ഒട്ടും ടോക്സിക് ആയിട്ട് തോന്നത്തില്ല. വളരെയധികം സ്വീറ്റ് ആയിട്ടായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നത്. അവൻ എല്ലാവരെയും പറ്റിക്കുകയായിരുന്നു എന്ന് അവന്റെ കൊളീഗ്സിന് മനസ്സിലായി. ഇവർ ഹഗ് ചെയ്ത് നിൽക്കുന്ന കണ്ടുകൊണ്ടാണ് മീര എവിടേക്ക് വരുന്നത്. മീരയും ആദ്യം ഒന്ന് ഷോക്കായി. പക്ഷെ സർപ്രൈസ് ആയിട്ട് ഋതു വന്നതുകൊണ്ടായിരിക്കാം നകുൽ ഇങ്ങനെ പെരുമാറുന്നതെന്ന് അവൾ ആദ്യം കരുതി. പക്ഷെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് നകുല് ഋതുവിനെ കിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവളുടെ ലഗേജും എടുത്ത് അവന്റെ റൂമിലേക്ക് പോയി. മീര സങ്കടത്തിലാകുന്നത് ദിനോയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് സ്ഥലങ്ങൾ കാണാൻ ഇറങ്ങിയപ്പോൾ മീര തലവേദനയാണെന്ന്
എന്ന് പറഞ്ഞ ഹോട്ടലിൽ തന്നെ ഇരുന്നു. മീരയുടെ ഫ്രണ്ട്സ് പരസ്പരം സംസാരിക്കുന്നതെല്ലാം ദിനോ കേൾക്കുന്നുണ്ട്. 2 ദിവസം നകുലും മീര ഒരുമിച്ച് നിൽക്കാനുള്ള പ്ലാൻ എല്ലാം അയാളുടെ വൈഫ് വന്നതുകൊണ്ട് പൊളിഞ്ഞില്ലെന്നൊക്കെ അവർ പരസ്പരം പറയുന്നുണ്ടായിരുന്നു. അന്ന് ആഹാരം കഴിക്കാനിരുന്ന സമയത്ത് നകുലിന്റെ വൈഫിന്റെ അടുത്ത് ടേബിളിൽ മാത്രമേ ചെയർ ഒഴിവുണ്ടായിരുന്നുള്ളൂ. അത് കാരണം മീര അവിടെ ഇരിക്കാതെ പോകാൻ തുടങ്ങിയതാണ്. എന്നാൽ നകുലിന്റെ വൈഫ് നിർബന്ധിച്ച് അവളെ അവിടെ ഇരുത്തി. നിങ്ങളെല്ലാവരും ട്രിപ്പ് കഴിഞ്ഞ് നാളെ ഡൽഹിക്ക് തിരിച്ചു പോകുമ്പോൾ ഞാനും നകുലും ടോക്കിയോക്ക് പോവുകയാണെന്നും അവിടെ നകുലിന്റെ ഒരു ഫ്രണ്ട് ഉണ്ടെന്നും ഒക്കെ ഋതു പറയുന്നുണ്ട്. കൂടാതെ നിങ്ങളെ എല്ലാവരെയും മറ്റൊരു ന്യൂസ് കൂടി അറിയിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് താൻ 4 മാസം പ്രഗ്നന്റ് ആണെന്ന് കൂടി ഋതു തുറന്നു പറയുന്നു. അത് കേട്ട് ശരിക്കും മീര ഞെട്ടിപ്പോയി. കാരണം തലേന്ന് പോലും നകുല് മീരയോട് പറഞ്ഞത് ഋതു ഡിവോഴ്സിന് സമ്മതിച്ചു, ഈ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നാട്ടിലെത്തി കഴിഞ്ഞാൽ നിന്റെ അമ്മയോട് സംസാരിച്ചിട്ട് നമ്മുടെ വിവാഹകാര്യം തീരുമാനിക്കണമെന്നാണ്. പക്ഷെ നകുൽ അവളെ ചതിക്കുകയായിരുന്നു. അവന്റെ വൈഫുമായിട്ട് അവന് വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. മീരയുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് തന്നെ അവന്റെ വൈഫുമായിട്ടും ബന്ധത്തിലായിരുന്നു. അതുകൊണ്ടാണല്ലോ അവൾ ഇപ്പോൾ 4 മാസം പ്രഗ്നന്റ് ആയത്. നകുല് ശരിക്കും തന്നെ പറ്റിക്കുകയായിരുന്നു മനസ്സിലാക്കിയതും അവളാകെ സങ്കടപ്പെട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അവൾ ഒറ്റയ്ക്കിരുന്ന് കരയുന്നതെല്ലാം തന്നെ ദിനു കാണുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് അവിടെ നിന്ന് എല്ലാവരും ചെക്കൗട്ട് ചെയ്തു പോയി. 2 ദിവസം കൂടെ കഴിഞ്ഞിട്ടായിരുന്നല്ലോ മീരയുടെ ഫ്ലൈറ്റ്. അതുകൊണ്ട് തൽക്കാലം അവൾ അവിടെ തന്നെ നിന്നു. എന്നാൽ ആകെ തകർന്നിരിക്കുന്ന അവളെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാൻ ദിനോയ്ക്ക് തോന്നിയില്ല. അവനും തന്റെ ട്രിപ്പ് 2 ദിവസം എക്സ്റ്റെൻഡ് ചെയ്തു. അന്ന് വൈകുന്നേരം ഒരു ചെറിയ ബാറിൽ പോയിരുന്ന് മീര മദ്യപിക്കുന്നുണ്ടായിരുന്നു. ജപ്പാനിൽ വരുമ്പോൾ കാണാനുള്ള സ്ഥലങ്ങളുടെ ഒരു ബക്കറ്റ് ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടാണ് അവൾ വന്നത്. ചെറുപ്പം മുതലേ അവൾ തയ്യാറാക്കി വെച്ചിരുന്നതായിരുന്നു അത്. എന്നാൽ ഈ സങ്കടത്തിലും ദേഷ്യത്തിലും അവൾ അതെല്ലാം കീറിക്കളയുന്നു. ദിനോയുടെ ശ്രദ്ധയൊന്ന് തെറ്റിയതും പെട്ടെന്ന് അവൾ അവിടെ നിന്നും റോഡിലേക്ക് ഇറങ്ങിപ്പോയി. അവൾ കീറിക്കളഞ്ഞിരുന്ന അവളുടെ ആഗ്രഹങ്ങൾ അടങ്ങുന്ന ആ പേപ്പർ എടുത്തുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അവൾ റോഡ് ക്രോസ് ചെയ്ത് മരങ്ങൾക്കിടയിലേക്ക് പോകുന്നതാണ് കണ്ടത്. അവളുടെ പിറകെ പോയെങ്കിലും അവൻ അവളെ കണ്ടെത്താനായില്ല. ഒടുവിൽ അവിടെ അടുത്തുള്ള ആൾക്കാരുടെ ഹെൽപ്പൊക്കെ ചോദിച്ചിട്ട് അവരെല്ലാവരും ചേർന്നിട്ട് അവിടെ സെർച്ച് നടത്തിയപ്പോൾ അബോധാവസ്ഥയിൽ അവർ മീരയെ കണ്ടെത്തി. മഞ്ഞുവീഴ്ചയുള്ളത് കൊണ്ട് തന്നെ മഞ്ഞിൽ പൊതിഞ്ഞായിരുന്നു അവൾ കിടന്നിരുന്നത്. സീരിയസ് കണ്ടീഷനിലാണ് അവളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത്. ഒരു ഇന്ത്യക്കാരായ ഡോക്ടർ കൂടി ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് ബോധം വന്നപ്പോഴാണ് ഞെട്ടിക്കുന്നൊരു കാര്യം ദിനോയും ആ ഡോക്ടറും മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ സംഭവിച്ച ഒരു കാര്യങ്ങളും അവൾക്ക് ഓർമ്മയില്ല. താൻ തന്റെ നാടായ ചെന്നൈയിലായിരുന്നു, ജപ്പാനിൽ എങ്ങനെ വന്നു എന്നൊക്കെയാണ് അവൾ ചോദിക്കുന്നത്. കൂടുതൽ ടെസ്റ്റ് നടത്തുമ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലാകുന്നത്. അവൾക്ക് TGA ആണ്, ട്രാൻസിയന്റ് ഗ്ലോബൽ അംനീഷ്യ. കഴിഞ്ഞ 1 വർഷത്തെയോ അതിൽ കൂടുതൽ സമയത്തെയോ മെമ്മറി അവൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷെ 24 മണിക്കൂർ കഴിയുമ്പോൾ ആ മെമ്മറി എല്ലാം തിരിച്ചു വരും. എന്നാൽ ഈ 24 മണിക്കൂറിൽ അവൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യങ്ങളും അവളുടെ മെമ്മറി തിരിച്ചു വന്ന ശേഷം അവൾക്ക് ഓർമ്മയുണ്ടാകത്തുമില്ല. ഡോക്ടർ ശരിക്കും തെറ്റിദ്ധരിക്കുന്നത് ദിനോ അവളുടെ ഹസ്ബൻഡ് ആണെന്നാണ്. എന്നാൽ ദിനോ പറയുന്നുണ്ട് ഞങ്ങൾ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല എന്ന്. ഇവന്റെ കൂടിയാണ് താൻ ജപ്പാനിലുള്ളതെങ്കിൽ ഇവൻ തന്റെ ബോയ് ഫ്രണ്ട് ആയിരിക്കുമെന്ന് മീരയും കരുതി. കാരണം അവൾക്ക് കഴിഞ്ഞ 1 വർഷത്തെ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലല്ലോ. തൽക്കാലം അതൊന്നും തിരുത്താനും ദിനോ നിന്നില്ല. അവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ട് തന്നെ അവൻ അഭിനയിച്ചു. നമ്മൾ രണ്ടുപേരും ഒരേ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. കമ്പനി ട്രിപ്പായിട്ടാണ് നമ്മളിവിടെ വന്നതെന്നും ബാക്കി എല്ലാവരും തിരിച്ചുപോയെന്നും അവൻ പറയുന്നു. മീരയുടെ കണ്ടീഷനെ പറ്റി ഡോക്ടർ അവൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നാളെ ആകുമ്പോഴേക്കും നിന്റെ മെമ്മറിയൊക്കെ തിരിച്ചു വരും. പക്ഷെ ഈ ഒരു ദിവസത്തെ മെമ്മറി മാത്രം നിനക്ക് ഉണ്ടാകില്ല എന്നും പറയുന്നു. അവളെ അതുകൊണ്ട് അവിടെ നിന്നും ഡിസ്ചാർജ് ആക്കി. ഗ്രൂപ്പായിട്ട് ഇവർ എടുത്തിരുന്ന ഫോട്ടോസ് എല്ലാം തന്നെ ദിനോ അവൾക്ക് കാണിച്ചു കൊടുക്കുന്നു. നമ്മൾ രണ്ടുപേരും ചേർന്നുള്ള ഫോട്ടോസ് ഒന്നും ഇല്ലെന്ന് ചോദിക്കുമ്പോൾ നമ്മളുടെ റിലേഷൻഷിപ്പ് ഓഫീസിൽ സീക്രട്ട് ആയിട്ട് വെച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഒരുമിച്ച് ഫോട്ടോസ് എടുത്തിട്ടില്ല എന്ന് അവൻ പറയുന്നുണ്ട്. എന്നാൽ അവൾക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. ഇവൻ തന്റെ ബോയ് ഫ്രണ്ട് ആണോ അല്ലയോ എന്ന്. അവളുടെ ബക്കറ്റ് ലിസ്റ്റ് അടങ്ങുന്ന പേപ്പർ അവൻ കൊടുക്കുന്നുണ്ട്. കീറിപ്പോയ പേപ്പർ അവൻ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇതാരാ കീറിയെന്ന് ചോദിക്കുമ്പോൾ നീ തലേന്ന് രാത്രി ദേഷ്യത്തില് കീറിയതാണെന്ന് അവൻ പറയുന്നു. ഞാൻ അതിനെ ദേഷ്യപ്പെട്ടെന്ന് ചോദിക്കുമ്പോൾ അവൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. അവളുടെ ഫോൺ കേടായിട്ടുണ്ടായിരുന്നു. അത് ഓണാകാത്തത് കാരണം അവന്റെ ഫോണിൽ നിന്ന് അവൾ തന്റെ വീട്ടിലേക്ക് വിളിക്കുന്നു. അവളുടെ അമ്മ അവളോട് ചോദിക്കുന്നുണ്ട് നിന്നെ വിളിച്ചിട്ടെന്താ കിട്ടാത്തത്, നിന്റെ ബോയ് ഫ്രണ്ട് എവിടെ, നീ ഉടനെ തന്നെ അവനെ എന്നെ കാണിക്കാൻ കൊണ്ടുവരുമെന്നല്ലേ പറഞ്ഞത്, ഉടനെ മാരേജ് ഉണ്ടാകുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫോട്ടോ പോലും അവന്റെ കാണിച്ചില്ലല്ലോ. നകുലിനെ എത്രയും പെട്ടെന്ന് എന്നെ പരിചയപ്പെടുത്തണമെന്ന്. താൻ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്തെന്നും അവിടെ തനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട് എന്നുള്ള കാര്യവും അമ്മയിൽ നിന്നും അവൾക്ക് കൺഫേം ആയി. ബോയ് ഫ്രണ്ടിന്റെ പേര് നകുലെന്നുമാണ് അവളുടെ അമ്മ പറഞ്ഞത്. അവൾ തിരിഞ്ഞു നിന്ന് ദിനോട് ചോദിക്കുന്നുണ്ട് നിന്റെ പേരെന്താണെന്ന്. അവളുടെ അമ്മ അവളുടെ ബോയ് ഫ്രണ്ടിന്റെ പേര് പറഞ്ഞിട്ടുണ്ടാകുമെന്ന് അവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് അവൻ നകുൽ എന്നാണ് അവന്റെ പേര് പറഞ്ഞത്. അത് കേട്ടപ്പോൾ മീര ശരിക്കും വിശ്വസിച്ചു. ഇവൻ തന്റെ ബോയ് ഫ്രണ്ട് നകുൽ തന്നെയായിരിക്കും. അവൻ അവളോട് പറയുന്നുണ്ട് കഴിഞ്ഞ 1 വർഷത്തെ മെമ്മറി നിനക്കില്ലാത്ത സ്ഥിതിക്ക് നീ എന്നെ ബോയ് ഫ്രണ്ട് ആയിട്ട് ഇന്ന് കാണണമെന്നില്ല. ഇന്നത്തെ 1 ദിവസത്തേക്ക് നമുക്ക് ബ്രേക്കപ്പ് ആവാം. നമുക്ക് വെറും ഫ്രണ്ട്സ് ആയിട്ടിരിക്കാം. ആ രീതിയിൽ നീ എന്നോട് സംസാരിച്ചാൽ മതി. അപ്പൊ നിനക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും തോന്നത്തില്ല. അവൻ അങ്ങനെ പറഞ്ഞതും അവൾ കുറച്ച് റിലാക്സ് ആയി. അവൻ തന്നെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അവരങ്ങനെ ചെറിയ ഷോപ്പിംഗും മറ്റുമൊക്കെ ആയിട്ട് നടക്കുകയായിരുന്നു. അതിനിടയ്ക്ക് ഒരു കുട്ടിയെ വണ്ടി ഇടിക്കാൻ തുടങ്ങിയതും അവൻ പോയി രക്ഷിക്കുന്നുണ്ട്. തലനാരയ്ക്കാണ് അവൻ രക്ഷപ്പെട്ടത്. ഇത് കണ്ടത് മീര ചോദിക്കുന്നുണ്ട് ആ വണ്ടി നിന്നെ ഇടിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെന്ന്. അതൊരിക്കലും സംഭവിക്കില്ല എന്നും ആ വണ്ടി വരുന്ന സ്പീഡ് വെച്ചിട്ട് ആ ചെറിയ കുട്ടിയെ ചിലപ്പോൾ ആ ഡ്രൈവർ കണ്ടില്ലെങ്കിലും എന്നെ ആ ഡ്രൈവർ കാണുകയും കറക്റ്റ് സമയത്ത് അയാൾ ബ്രേക്ക് ചവിട്ടുകയും ചെയ്യുമെന്ന് താൻ കാൽക്കുലേറ്റ് ചെയ്തു. കുറെ ഫിസിക്സും കെമിസ്ട്രിയൊക്കെ ചേർത്തിട്ടായിരുന്നു അവനത് പറഞ്ഞത്. അവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന കേട്ടിട്ട് അവൾ ചിരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ദിനോയുടെ അമ്മ അവനെ വിളിച്ച് അവന്റെ ബർത്ത്ഡേ വിഷ് ചെയ്യുന്നുണ്ട്. അത് കേട്ടതും ഇന്ന് നിന്റെ ബർത്ത്ഡേ ആണോ, നീ എന്താ എന്നോട് പറയാഞ്ഞെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ മെമ്മറി ഒന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്കിതൊന്നും ഓർമ്മയില്ലാന്നും ബാക്കി എല്ലാവരും തിരിച്ചു പോയിട്ടും 2 ദിവസവും കൂടി നമ്മൾ എക്സ്ട്രാ ഇവിടെ എടുത്തത് നിന്റെ പിറന്നാൾ ആഘോഷിക്കാനാണോ എന്നും അവൾ ചോദിക്കുന്നുണ്ട്. അല്ലാന്നൊന്നും അവൻ പറയുന്നു.
പറയുന്നില്ല. കാരണം നകുലിനെ പറ്റിയുള്ള ഓർമ്മയൊന്നും തന്നെ അവൾക്കില്ല. അവൻ തന്നെ ചതിച്ച കാര്യങ്ങളും അവൾക്ക് ഓർമ്മയില്ല. ആ ഓർമ്മകളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവൾ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ദിനോയുടെ കൂടെ ജപ്പാന്റെ ഓരോ ഭാഗങ്ങളും പോയി കാണുന്നത്. നീ എന്റെ ബോയ് ഫ്രണ്ട് ആണെങ്കിൽ എന്റെ കണ്ണിൽ നോക്കി സംസാരിക്കുന്നത് എന്താണെന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. അവന് വളരെയധികം നാണമായിരുന്നു അവളുടെ മുഖത്തേക്ക് നോക്കി സംസാരിക്കാൻ. കുറച്ചുനേരം തന്റെ കണ്ണിൽ തന്നെ നോക്കി നിൽക്കാനും കണ്ണെടുക്കാൻ പാടില്ല എന്നും അവൾ പറയുന്നു. അവൻ അങ്ങനെ തന്നെ നോക്കി നിൽക്കുന്നു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അവളാണ് പെട്ടെന്ന് നോട്ടം മാറ്റുന്നത്. അവന്റെ കണ്ണിൽ തന്നോടുള്ള പ്രണയം അവൾ കാണുന്നുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് അവളുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഓരോ സ്ഥലങ്ങളും ഇവർ ഒരുമിച്ച് പോയി കാണുന്നുണ്ട്. ഒരു സ്നോമിക്കു മെഷീനിൽ നിന്നും അവൾ ഒരു സ്നോമിക്കു എടുക്കുന്നു. ഇതുവരെയും തന്റെ കയ്യിലില്ലാത്തൊരു സ്നോമിക്കു കണ്ട സന്തോഷത്തിലായിരുന്നു അവൾ. എന്നാൽ അവൻ പറയുന്നുണ്ട്, ഇതൊക്കെ ഓൾറെഡി നിന്റെ കയ്യിലുണ്ട്, നിനക്ക് ഓർമ്മയില്ലാത്തതാണെന്ന്. നിന്റെ കയ്യിൽ ഇല്ലാത്തത് ഒരേ ഒരു സ്നോമിക്കു മാത്രമാണ്, ബാക്കി 6 എണ്ണവും നിന്റെ കയ്യിലുണ്ട്. ആ സ്നോമിക്കുവും നിനക്ക് ഇന്ന് തന്നെ എവിടെന്നെങ്കിലും കിട്ടുമെന്ന് അവൻ പറയുന്നുണ്ട്. എന്റെ കയ്യിൽ ഓൾറെഡി ഉള്ളതാണല്ലോ ഈ കിട്ടിയതും, അത് തൽക്കാലം നീ വെച്ചു എന്ന് പറഞ്ഞിട്ട് അവൾ അത് അവന് കൊടുത്തു. ഇനി എങ്ങോട്ടാ പോണ്ടേന്ന് അവൻ ചോദിച്ചതും അവൾ പറയുന്നുണ്ട് എന്റെ ഫോൺ നന്നാക്കണമെന്ന്. അവൾ അവളുടെ ഫോൺ നന്നാക്കുന്ന കാര്യം കേട്ടതും അവൻ ആകെ ടെൻഷനിലായി. പക്ഷെ അവൻ ഒന്നിനും നോ പറഞ്ഞില്ല. അവൾ ഫോൺ നന്നാക്കി. മെസ്സേജ് ചെക്ക് ചെയ്യുമ്പോൾ നകുൽ എന്നുള്ള പേരിലെ ചാറ്റ് അവൾ ഓപ്പൺ ആക്കുന്നു. അവളെ സംബന്ധിച്ച് ദിനോയാണല്ലോ നകുല്. ജപ്പാനിൽ വെച്ചെടുത്ത കുറച്ച് ഫോട്ടോസ് അയച്ചിട്ടുണ്ടായിരുന്നു. അവസാനം ഒരു മെസ്സേജും ഉണ്ടായിരുന്നു. ഞാനെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം, എനിക്കൊരു അവസരം തരണം, സോറി എന്നൊക്കെ പറഞ്ഞിട്ട്. നീ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുന്നതെന്ന് അവൾ ദിനോട് ചോദിക്കുന്നു. യഥാർത്ഥത്തിൽ അത് നകുലിട്ട മെസ്സേജ് ആയിരുന്നു. ദിനോ അതുകൊണ്ട് ഇവളോട് കള്ളം പറയുന്നുണ്ട്. തലേന്ന് രാത്രി നമ്മൾ രണ്ടുപേരും ചെറുതായിട്ട് വഴക്കിട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ അയച്ച മെസ്സേജ് ആണെന്ന്. തൽക്കാലം കൂടുതൽ മെസ്സേജസോ ഫോട്ടോസോ ഒന്നും തന്നെ നോക്കാൻ അവൾ നിന്നില്ല. അവൾ അവനെയും കൂട്ടി വീണ്ടും സ്ഥലങ്ങൾ കാണാൻ ഇറങ്ങി. അവൻ തന്നെ ഇതുവരെയും നല്ല രീതിയിൽ പ്രപ്പോസ് ചെയ്തിട്ടില്ല എന്ന് അവന്റെ സംസാരത്തിൽ നിന്നും അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നീ എന്നെ ഒന്നുകൂടി പ്രപ്പോസ് ചെയ്യണമെന്ന് അവൾ പറയുന്നു. അവർ ഒരിടത്തേക്ക് ട്രെയിൻ കയറാൻ പോയ സമയത്ത് ട്രെയിൻ ലേറ്റ് ആയിരുന്നു. ഒരു ഷോപ്പിൽ കുറച്ചു നേരം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അവൾ അവനോട് തന്നെ ഒന്നുകൂടി പ്രപ്പോസ് ചെയ്യാൻ പറയുന്നു. അവൻ വളരെയധികം റൊമാൻറ്റിക് ആയിട്ട് അവളോട് സംസാരിക്കുന്നുണ്ട്. അവന്റെ മനസ്സിൽ അവളെ പറ്റി തോന്നിയ കാര്യങ്ങളെല്ലാം തന്നെ അവളോട് തുറന്നു പറയുന്നു. അതെല്ലാം തന്നെ അവൾ എൻജോയ് ചെയ്ത് കേൾക്കുകയായിരുന്നു. താൻ എന്തുകൊണ്ടാണ് ഇവനെപ്പോൾ ഒരാളെ സ്നേഹിച്ചതെന്ന് ആ നിമിഷം അവൾക്ക് മനസ്സിലായി. പിന്നീട് അങ്ങോട്ട് അവർ ഒരുമിച്ചുള്ള മൊമെന്റ് എല്ലാം തന്നെ അവൾ ഒരുപാട് എൻജോയ് ചെയ്യുകയായിരുന്നു. ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പക്ഷെ ആ ഫോട്ടോസിൽ ഒന്നും തന്നെ ദിനോ കൂടെ നിന്നില്ല. അവളുടെ സിംഗിൾ ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ആയിരുന്നു അവൻ എടുത്തുകൊണ്ടിരുന്നത്. കാരണം ഈ ഒരു ദിവസം കഴിയുമ്പോൾ താനുമായിട്ട് അവൾ സ്പെൻഡ് ചെയ്ത ഈ നിമിഷങ്ങളൊന്നും തന്നെ അവളുടെ മനസ്സിലുണ്ടാകില്ല എന്ന് അവൻ അറിയാമായിരുന്നു. അവൾ വീണ്ടും ആ സ്നോമിക്കു മെഷീനിൽ നിന്ന് ഒരു സ്നോമിക്കിനെ എടുക്കുമ്പോൾ ഇതുവരെ അവൾക്ക് കിട്ടാത്ത ആ 7ാമത്തെ സ്നോമിക്കുവിനെ അവൾക്ക് കിട്ടുന്നു. വലിയൊരു ലക്കാണ് തനിക്ക് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷത്തോടു കൂടി അവനെ ഹഗ് ചെയ്യുന്നു. അന്ന് രാത്രി കറക്കമെല്ലാം കഴിഞ്ഞ് അവർ തിരിച്ച് റൂമിലെത്തി. അവളുടെ ജാക്കറ്റ് ഊരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അവനാണ് അവളെ ഹെൽപ്പ് ചെയ്തത്. തന്റെ അത്രയും ക്ലോസ് ആയിട്ട് നിന്നിട്ട് പോലും തന്നോട് ഒരു രീതിയിലും മോശമായിട്ട് അവൻ പെരുമാറുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൻ എന്തുമാത്രം നല്ലവനാണെന്ന് അവൾക്ക് മനസ്സിലായി. നിന്നെപ്പോൾ ഒരാളെ ഞാൻ സ്നേഹിച്ചെങ്കിൽ അതിന് എന്തെങ്കിലും വലിയൊരു കാരണം ഉണ്ടാകുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അത് ഈ ഒരു ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായി എന്നാണ് അവൾ പറയുന്നത്. അവൾ അങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ അവന് കുറ്റബോധവും തോന്നുന്നുണ്ടായിരുന്നു. കാരണം അവൻ അവളുടെ ബോയ് ഫ്രണ്ട് അല്ലല്ലോ. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും അവൾ ഈ ദിവസത്തെപ്പറ്റി എല്ലാം തന്നെ മറന്നുപോകും. അവൾ അവനെ കിസ് ചെയ്യാൻ വന്നപ്പോൾ അവൻ പെട്ടെന്ന് അവളെ തള്ളി മാറ്റുന്നു. എല്ലാ സത്യങ്ങളും അവളോട് തുറന്നു പറയുന്നു. നീ വിചാരിക്കുന്ന പോലെ ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് അല്ല. ആദ്യം ഡോക്ടർ തെറ്റിദ്ധരിച്ചതാണ് ഞാൻ നിന്റെ ഹസ്ബൻഡ് ആണോ എന്ന്. ഞങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും നീയും തെറ്റിദ്ധരിച്ചു ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് ആയിരിക്കും എന്ന്. ആ ഒരു തെറ്റിദ്ധാരണ ഞാൻ മാറ്റാൻ നിന്നില്ല. നിന്റെ യഥാർത്ഥ ബോയ് ഫ്രണ്ടിന്റെ പേര് നകുലെന്നാണ്. ആ പേര് മാത്രമാണ് ഞാൻ കള്ളം പറഞ്ഞത്. ബാക്കി എന്റെ ഫീലിംഗ്സ് എല്ലാം തന്നെ ശരിക്കും സത്യമായിരുന്നു. ഇത് കേട്ടതോടുകൂടി അവൾക്ക് ദേഷ്യം വരുന്നു. എന്റെ ഓർമ്മ നഷ്ടപ്പെട്ട ഈ ഒരു ദിവസം നീ എന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ദേഷ്യപ്പെടുന്നു. അവനെ റൂമിൽ നിന്നും ഇറക്കി വിട്ടു. എന്നിട്ട് ഫോൺ എടുത്ത് നകുൽ എന്നുള്ള നമ്പറിലേക്ക് കോൾ ചെയ്യുന്നു. കാരണം അതാണല്ലോ അവളുടെ റിയൽ ബോയ് ഫ്രണ്ട്. എന്നാൽ നകുൽ ആ സമയം ഋതുവിന്റെ കൂടെയായിരുന്നു. അവളോട് കുറെ ദേഷ്യപ്പെടുന്നു. ഞാൻ എന്റെ വൈഫിന്റെ കൂടെയാണ് എന്നെ ശല്യം ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഷൗട്ട് ചെയ്യാൻ ആരംഭിച്ചു. ഇത് കേട്ടതോടുകൂടി മീര ആകെ കൺഫ്യൂഷനിലായി. ഓൾറെഡി മാരിഡ് ആയിട്ടുള്ള ഒരാളുമായിട്ട് താൻ എങ്ങനെ റിലേഷൻഷിപ്പിലാകുമെന്നാണ് അവൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഒന്നും മനസ്സിലാകാതെ ഇരിക്കുന്ന സമയത്ത് താഴെ ഒറ്റയ്ക്കിരിക്കുന്ന ദിനോയെ കണ്ടതും അവൾ അടുത്തേക്ക് പോയി അവനോട് സംസാരിക്കുന്നു. ശരിക്കും എന്താ സംഭവിച്ചെന്ന് ചോദിക്കുന്നു. ആ സമയം നടന്ന കാര്യങ്ങളെല്ലാം അവൻ തുറന്നു പറയുന്നുണ്ട്. നകുൽ അവന്റെ വൈഫ് ഋതുവിനെ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നു എന്നാണ് എല്ലാവരോടും പറഞ്ഞത്. അങ്ങനെയാണ് നിന്റെ കൂടെ റിലേഷൻഷിപ്പിലായതും. പക്ഷേ അവൻ പറ്റിക്കുകയായിരുന്നു. അവൻ ഋതുവിനെ ഡിവോഴ്സ് ചെയ്യില്ല. അവളിപ്പോൾ പ്രഗ്നന്റും ആണ്. ഈ സത്യങ്ങളെല്ലാം തന്നെ ജപ്പാനിൽ വന്ന ശേഷമാണ് നീ മനസ്സിലാക്കിയത്. നകുലിന്റെ കൂടിയാണ് എക്സ്ട്രാ 2 ദിവസം ഇവിടെ തങ്ങാൻ നീ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ വൈഫ് വന്നതോടുകൂടി നകുല് തിരിച്ചുപോയി. നീ എന്നിട്ടും ഇവിടെ തന്നെ നിന്നു. പിന്നെ ആ റെസ്റ്റോറന്റിൽ പോയി ഇവള് മദ്യപിച്ചതും അതിനുശേഷം ആ മരങ്ങൾക്കിടയിൽ ഇവൾ ബോധം കെട്ട് വീണതും അവളെ ഹോസ്പിറ്റലാക്കിയ കാര്യങ്ങളും എല്ലാം തന്നെ അവൻ പറയുന്നുണ്ട്. ശരിക്കും ദിനോ തന്നെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു എന്ന് അവൾക്ക് മനസ്സിലായി. കൂടാതെ അവൻ ആ ഒരു ദിവസം ഒരിക്കലും മുതലെടുത്തിട്ടുമില്ല. കാരണം അവൻ തന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് ആദ്യം തെറ്റിദ്ധരിച്ചത് അവളാണ്. പക്ഷെ എന്നിട്ടും ഈ ഒരു ദിവസത്തേക്ക് നമുക്ക് ബ്രേക്കപ്പ് ആകാമെന്നും ഫ്രണ്ട്സിനെ പോലെ ഇരിക്കാമെന്നും അവനാണ് പറഞ്ഞത്. വേണമെങ്കിൽ അവന് ബോയ് ഫ്രണ്ട് ആണെന്നുള്ള രീതിയിൽ അഭിനയിച്ച് അവളെ ഏത് രീതിയിൽ യൂസ് ചെയ്യാമായിരുന്നു. പക്ഷെ അവൻ അങ്ങനൊന്നും ചെയ്തില്ല. അതുകൊണ്ട് അവൻ എത്രത്തോളം നല്ലവനാണെന്ന് അവൾക്ക് മനസ്സിലായി. സത്യങ്ങളെല്ലാം മനസ്സിലായതുകൊണ്ട് തൽക്കാലം രണ്ടുപേരും ഒന്ന് നടക്കാനിറങ്ങി. അവളെ സന്തോഷിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ദിനോ ചെയ്തുകൊണ്ടേയിരുന്നു. പതിയെ പതിയെ അവൾ അവളുടെ വിഷമങ്ങളെല്ലാം മറന്നു. ദിനോയുടെ കൂടെ ആ രാത്രി സന്തോഷപൂർവ്വം അവൾ സ്പെൻഡ് ചെയ്യുകയായിരുന്നു. ആ ഒരു ഒറ്റ
ദിവസം കൊണ്ട് ദിനോ എന്ന വ്യക്തിയോട് അവൾക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നാൻ തുടങ്ങിയിരുന്നു. ദിനോയ്ക്ക് ഓൾറെഡി ഇവളെ ഇഷ്ടമാണെന്ന് അവൾക്കറിയാം. പതിയെ പതിയെ അവൾക്കും അവനോട് ഇഷ്ടം തോന്നാൻ തുടങ്ങി. ഒരു ദിവസം കൊണ്ട് അവനോട് പ്രണയം തോന്നാൻ തുടങ്ങി. പിറ്റേന്ന് രാവിലെ ഇവർക്ക് ഇവിടെ നിന്നും തിരിച്ചു പോകണം. ദിനോ തന്നെ അവളുടെ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് വെച്ചു. ഇതെല്ലാം കണ്ട് അവൾ അവനെ കെട്ടിപ്പിടിക്കുന്നു. ഇന്നത്തെ ദിവസം എന്റെ ഓർമ്മകൾ നഷ്ടപ്പെട്ടെങ്കിലും എനിക്കൊരു ആത്മാർത്ഥ പ്രണയം കിട്ടിയല്ലോ എന്ന് അവൾ സന്തോഷത്തോടെ പറയുന്നു. എന്നാൽ അവൻ പറയുന്നുണ്ട്, ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം നീ നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മറന്നുപോകും. നീ എന്നെ സ്നേഹിച്ചതോ ഈ ഒരു ദിവസം എന്റെ കൂടെ സ്പെൻഡ് ചെയ്തതോ ഒന്നും തന്നെ ഓർമ്മയുണ്ടാകില്ല. നിന്റെ പഴയ മെമ്മറീസ് എല്ലാം തിരിച്ചു വരികയും ചെയ്യും. എന്നാൽ അവൾ പറയുന്നുണ്ട്, എനിക്ക് ഓർമ്മ നഷ്ടപ്പെട്ടാലും നീ ഇതെല്ലാം എന്നെ ഓർമ്മിപ്പിക്കില്ലേ എന്ന്, എന്റെ അടുത്ത് വന്ന് സംസാരിക്കില്ലേ എന്ന്. എന്നാൽ അവൻ പറയുന്നത്, ഞാൻ നാളെ വന്ന് നിന്നോട് ഈ കാര്യങ്ങൾ പറഞ്ഞാലും നീ എന്നെ കളിയാക്കത്തേ ഉള്ളൂ. എന്നെപ്പോൾ ഒരാളെ നീ എങ്ങനെ സ്നേഹിച്ചുവെന്ന് നീ സ്വയം ചിന്തിക്കും. നീ ഇതൊന്നും വിശ്വസിക്കില്ല. അത് കേട്ടതോടുകൂടി അവൾ ആകെ സങ്കടത്തിലായി. അവൾ പെട്ടെന്ന് തന്റെ ഫോൺ എടുത്ത് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു. ഇന്നത്തെ ഒരു ദിവസം നിനക്ക് നാളെ ഓർമ്മയുണ്ടാകില്ല. നിന്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദിവസമാണിത്. അതിനെല്ലാം കാരണം ഈ ദിനോയാണെന്നും ഒരു ദിവസം കൊണ്ട് നീ അവന്റെ കൂടെ പ്രണയത്തിലായി എന്നും ഒരുപാട് മെമ്മറീസ് അവന്റെ കൂടെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. നാളെ നിനക്കിത് ഓർമ്മയില്ലെങ്കിലും നീ അവനെ കണ്ടുപിടിച്ച് അവനോട് ഈ ദിവസത്തെ പറ്റിയുള്ള ഓർമ്മകൾ ചോദിക്കണമെന്നും അവൾ ആ വീഡിയോയിൽ സ്വയം പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് ദിനോയും കാണിച്ച് അവന്റെ പേരും ഫോൺ നമ്പരും അവനോട് പറയാൻ പറയുന്നു. അവൻ അതൊക്കെ പറയുന്നുണ്ട്. നാളെ രാവിലെ എനിക്കിതൊന്നും ഓർമ്മയില്ലെങ്കിലും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തനിക്കെല്ലാം മനസ്സിലാകുമെന്നായിരുന്നു അവൾ വിശ്വസിച്ചത്. അങ്ങനെ പിറ്റേന്ന് രാവിലെയായി. അവൾ അവന്റെ മടിയിൽ കിടന്നുറങ്ങിയായിരുന്നു. എന്നാൽ അവൾ പെട്ടെന്ന് ഉറക്കം എഴുന്നേൽക്കുകയാണെങ്കിൽ താൻ ആരാണെന്നും തലം നടന്ന് എന്താണെന്നൊന്നും തന്നെ അവൾക്ക് ഓർമ്മയുണ്ടാകില്ല. ഇനി അവൾ ആ വീഡിയോ കാണുകയാണെങ്കിലും ചിലപ്പോൾ അവൾ അത് വിശ്വസിച്ചില്ലെങ്കിലോ, അത് ഫേക്ക് വീഡിയോ ആണെന്ന് അവൾ പറഞ്ഞാലോ. അങ്ങനെ ഓരോ കാര്യങ്ങൾ ദിനോ ചിന്തിക്കാൻ തുടങ്ങി. ഉറപ്പായിട്ടും കഴിഞ്ഞ കാര്യങ്ങൾ ഓർമ്മയില്ലാത്തതുകൊണ്ട് എന്നെപ്പോൾ ഒരാളെ അവൾ എങ്ങനെ സ്നേഹിച്ചു എന്ന് അവൾ സ്വയം ചോദിക്കും. ഈ വീഡിയോ കണ്ടാലും അവളൊന്നും വിശ്വസിക്കാൻ ചാൻസ് ഇല്ലാത്തതുകൊണ്ട് അവൻ തൽക്കാലം അത് ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് അവളെ ഉണർത്താതെ അവിടെ നിന്നും പോവുകയും ചെയ്തു. റിസപ്ഷനിൽ നിന്നും കോള് വന്നപ്പോഴാണ് അവൾ ഉണരുന്നത്. ഇന്ന് നിങ്ങളുടെ ഫ്ലൈറ്റ് ആണ്, അതിന്റെ വേക്കപ്പ് കാളാണെന്ന് അവിടെ നിന്നും പറഞ്ഞു. എന്നാൽ അവൾ പറയുന്നുണ്ട്, നാളെയല്ലേ എന്റെ ഫ്ലൈറ്റ് എന്ന്. അല്ല, ഇന്നാണ് 13-ാം തീയതി, ഇന്നാണ് നിങ്ങളുടെ ഫ്ലൈറ്റ് എന്ന് അവർ പറയുന്നു. അവൾ ആകെ കൺഫ്യൂഷനിലായി. അപ്പോൾ തലേന്ന് ഒരു ദിവസം മുഴുവൻ താൻ ഈ റൂമിൽ തന്നെ കിടക്കുകയായിരുന്നു എന്നാണ് അവൾ ചിന്തിക്കുന്നത്. ആ ഒരു ദിവസത്തെ മെമ്മറീസ് അവൾക്ക് പോയി. പക്ഷേ പഴയ മെമ്മറീസ് എല്ലാം അവൾക്ക് തിരിച്ചു വന്നു. നകുലുമായിട്ടുണ്ടായ പ്രശ്നങ്ങളും അവന്റെ വൈഫ് വന്ന കാര്യങ്ങളും എല്ലാം അവൾക്ക് ഓർമ്മ വന്നു. ദിനോയോട് സ്പെൻഡ് ചെയ്ത ആ ഒരു ദിവസം അവൾ മറന്നുപോയി. റിസപ്ഷനിൽ നിന്നും അവൾ ചെക്കൗട്ട് ചെയ്യാൻ നേരത്ത് ജപ്പാനിലെ ഫെസ്റ്റിവൽ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് റിസപ്ഷനിസ്റ്റ് ചോദിക്കുന്നുണ്ട്. ഞാൻ അവിടെയെങ്കിലും പോയില്ല എന്ന് അവൾ പറയുന്നു. ഇതെല്ലാം തൊട്ടടുത്ത് നിന്ന് ദിനോ കേൾക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ദിവസത്തെ മെമ്മറീസ് അവൾക്ക് നഷ്ടപ്പെട്ടു എന്ന് അവന് മനസ്സിലായി. പക്ഷേ അവൻ അവളോട് സംസാരിക്കാനൊന്നും പോയില്ല. അവളിൽ നിന്നും മാറിയാണ് അവൻ ഇരുന്നത്. നാട്ടിൽ തിരിച്ചെത്തിയതും അവൾ നേരെ പോകുന്നത് ഓഫീസിലേക്കാണ്. നകുലിന്റെ അടുത്ത് പോയി തന്റെ റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുന്നുണ്ട്. ഇനി എന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കരുതെന്ന് പറയുന്നു. അവൾ ഓഫീസിൽ നിന്ന് റിസൈൻ ചെയ്ത് പോകാൻ നേരത്ത് ആ ലിഫ്റ്റിനുള്ളിൽ ദിനോയും ഉണ്ടായിരുന്നു. അവൾ പോകുകയാണെന്ന് അവന് മനസ്സിലായി. ലിഫ്റ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവൾക്ക് എന്തോ ഒരു ഫീലിംഗ്സ് തോന്നുന്നുണ്ട്. തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും ലിഫ്റ്റ് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. റൂമിലെത്തി കഴിയുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, നീ അപ്സെറ്റ് ആണോ എന്ന്. നകുലുമായിട്ടുള്ള പ്രശ്നത്തിൽ എനിക്ക് വിഷമമൊന്നും തോന്നുന്നില്ല എന്ന് അവൾ പറയുന്നു. പക്ഷേ ജീവിതത്തിൽ എന്തോ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നഷ്ടപ്പെട്ട പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അത് പക്ഷെ നകുലല്ല, മറ്റെന്തോ ആണ്. തന്റെ പെട്ടി തുറന്ന് ശ്രുതിക്ക് വേണ്ടിയിട്ടൊരു ഗിഫ്റ്റ് കൊടുക്കാൻ നേരത്താണ് അവൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കുന്നത്. അവളുടെ ബക്കറ്റ് ലിസ്റ്റിലെ എല്ലാ സ്ഥലങ്ങളുടെയും നേരെ ടിക്കിട്ടിരിക്കുന്നു. അവൾ അവിടെയെല്ലാം പോയിരിക്കുന്നു. ഇതുവരെ അവൾക്ക് കിട്ടാത്ത ആ 7ാമത്തെ സ്നോ മിക്കുവിനെ അവൾക്ക് കിട്ടിയിരിക്കുന്നു. അതും അവളുടെ പെട്ടിയിലുണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ എപ്പോ സംഭവിച്ചെന്ന് അവൾക്ക് ഓർമ്മയില്ല. ശ്രുതി അവളോട് ഓരോ ദിവസത്തെ സംഭവങ്ങൾ ചോദിക്കുന്നുണ്ട്. എല്ലാവരും പോയതിന്റെ അന്ന് അവൾ മദ്യപിക്കുകയായിരുന്നു ഒരു ബാറിലിരുന്ന്. അതിനുശേഷം മരങ്ങൾക്കിടയിലേക്ക് പോയി. പിന്നൊന്നും ഓർമ്മയില്ല. 12-ാം തീയതി എന്ത് സംഭവിച്ചു എന്നറിയില്ല. 13-ാം തീയതി രാവിലെ റിസപ്ഷനിൽ നിന്ന് കോള് വന്നപ്പോഴാണ് അവൾ ഉണർന്നത്. ആ ഒരു ദിവസം മുഴുവൻ നീ റൂമിലായിരുന്നുവെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒന്നും തന്നെ മീരയ്ക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. അവൾ തന്റെ ഫോൺ ചെക്ക് ചെയ്യുന്നു. അതിൽ അവൾ പോയ സ്ഥലത്തെ ഫോട്ടോസ് എല്ലാം ഉണ്ടായിരുന്നു. അതിലൊരു വീഡിയോയിൽ അവളുടെ കൂടെ ആരോ ഉള്ളതായിട്ട് അവൾക്ക് കാണാമായിരുന്നു. ഒരാളുടെ കൈ മാത്രമേ ആ വീഡിയോയിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് ആരാണെന്ന് അവൾക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. പെട്ടിയിൽ നിന്നും അപ്പോഴാണ് ഹോസ്പിറ്റലിലെ ഫയൽ അവൾക്ക് കിട്ടുന്നത്. അതിലൂടെ അവൾക്ക് മനസ്സിലായി ആ ഒരു ദിവസത്തെ മെമ്മറി അവൾക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണെന്ന്. ആ ഒരു ദിവസം താൻ ഇത്രയും ഹാപ്പി ആയിട്ടിരിക്കാൻ കാരണക്കാരനായത് ആരായിരുന്നു എന്ന് കണ്ടുപിടിക്കാൻ അവൾക്ക് അത്രയധികം ആഗ്രഹം തോന്നി. ആ വീഡിയോസ് അവൾ പലതവണ കണ്ടു. എന്നിട്ടും അത് ആരാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. ഒടുവിൽ ആ ഹോസ്പിറ്റലിലെ ഡോക്ടറെ അവൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുടെ പേര് എനിക്കറിയില്ല, പക്ഷെ നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു. അയാൾ ഒരു കണ്ണാടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു സൈഡ് ഒടിഞ്ഞിട്ട് ഒരു പിന്നുകൊണ്ട് അത് റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു എന്ന്. എന്തൊക്കെയാണെങ്കിലും അയാൾ കാരണമാണ് നിങ്ങൾ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. നിങ്ങളെ ഒരുപാട് അയാൾ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത വിഷമത്തിൽ തന്നെയായിരുന്നു അവൾ ഇരുന്നത്. അതേസമയം മീര ജോബ് രാജിവെച്ച് പോയത് കാരണം ആ കമ്പനിയിൽ തുടരാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ദിനോയും റിസൈൻ ചെയ്തിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അവൾ തന്നെ മറന്നുപോയല്ലോ എന്ന് ആലോചിച്ച് കുറെ ദിവസമായിട്ടും അമ്മ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് കാരണം അവന്റെ അമ്മ വീട്ടിലേക്ക് എത്തി. അവൻ അമ്മയുടെ കാര്യങ്ങളെല്ലാം പറയുന്നു. എന്നാൽ അവന്റെ അമ്മ പറയുന്നുണ്ട്, ഒരു ദിവസം കൊണ്ട് അവൾക്ക് നിന്നോട് പ്രണയം തോന്നിയെങ്കിൽ ഇനിയും അത് തോന്നും. നീ ഇനിയും അവളോട് പോയി സംസാരിക്കണം, അവളുടെ കൂടെ കൂടുതൽ അടുക്കണം. വീണ്ടും അവൾ നിന്നെ പ്രണയിക്കും. അവൾ കാര്യങ്ങൾ മറന്നുപോയെങ്കിലും അവളുടെ ഉള്ള ഫീലിംഗ്സ് ഒക്കെ അതുപോലെ ഉണ്ടാകും. അമ്മ അങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ ഒന്നുകൂടി അവളോട് പോയി സംസാരിക്കാമെന്ന് അവന് തോന്നി. അങ്ങനെ അവൻ ഒരു സൂപ്പർ മാർക്കറ്റിൽ വെച്ചിട്ട് അവളെ കാണുന്നുണ്ട്. അവളോട് പോയി സംസാരിക്കുമ്പോൾ അവളുടെ മനസ്സിൽ ദിനയെക്കുറിച്ചുള്ള ഓർമ്മ IT ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ആളെന്നാണ്. ആ ഒരു പരിചയത്തിലായി
ഫോണിലായിരുന്നു അവൾ സംസാരിച്ചത്. പക്ഷെ അവനോട് സംസാരിക്കുമ്പോൾ ഒരു സ്ട്രേഞ്ചറിനോട് സംസാരിക്കുന്ന തോന്നില്ല എന്നും വളരെയധികം ക്ലോസ് ആയിട്ടുള്ള ഒരാളോട് സംസാരിക്കുന്ന പോലെയാണ് തോന്നുന്നതെന്നും അവൾ പതിയെ മനസ്സിലാക്കാൻ തുടങ്ങി. എപ്പോഴെങ്കിലും എന്റെ കൂടെ ഒരു കോഫി കുടിക്കാൻ താല്പര്യമുണ്ടോ എന്ന് അവൻ ചോദിച്ചതും അവൾ പെട്ടെന്ന് പറയുന്നുണ്ട്, കോഫി വേണ്ട, നമുക്ക് ലഞ്ച് കഴിക്കാമെന്ന്. അത് കേട്ടതും അവൻ സന്തോഷത്തോടെ അവിടെ നിന്ന് തിരിച്ചുപോയി. ശ്രുതി അവളോട് ചോദിക്കുന്നുണ്ട്, ഒരു സ്ട്രേഞ്ചറിനോട് നീ എങ്ങനെയാണ് ലഞ്ച് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞതെന്ന്. തനിക്കറിയില്ല, തന്റെ ഉള്ളിൽ അങ്ങനെ തോന്നി, അതുകൊണ്ട് താൻ പറഞ്ഞതാണെന്ന് അവൾ പറയുന്നു. അങ്ങനെ പിറ്റേന്ന് അവർ ലഞ്ചിന് ഒരുമിച്ച് കാണുന്നുണ്ട്. നിന്റെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു ചോദിച്ചപ്പോൾ താൻ റിസൈൻ ചെയ്തു എന്നാണ് അവൻ പറയുന്നത്. ജപ്പാനിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ വീണ്ടും അവിടെ ജോലി ചെയ്യാൻ തോന്നിയില്ല. അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്ക് ഡൗട്ട് തോന്നാൻ തുടങ്ങി. താൻ റിസൈൻ ചെയ്ത സമയത്ത് തന്നെ ഇവന് റിസൈൻ ചെയ്തിരിക്കുന്നു. ആ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ കൂടെ വെച്ചിട്ട് അവനെ നോക്കി. അവന് നല്ല ഹൈറ്റും ഉണ്ട്, സ്പെക്സും വെച്ചിട്ടുണ്ട്. ഇപ്പൊ വെച്ചിരിക്കുന്നത് പുതിയ സ്പെക്സ് ആണെന്ന് മനസ്സിലായി. ഇത് പുതുതാണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, ആ പഴയത് ഒടിഞ്ഞു പോയി, അതുകൊണ്ട് പുതിയത് വെച്ചതാണെന്ന്. ജപ്പാനിലെ ട്രിപ്പിനിടയ്ക്കാണോ അത് ഒടിഞ്ഞു പോയെന്ന് ചോദിക്കുമ്പോൾ അതേന്ന് അവൻ പറയുന്നു. അവൾ പെട്ടെന്ന് തന്റെ സ്നോമിക്കോനെ എടുത്ത് പുറത്തേക്ക് വെച്ച ശേഷം അവനോട് ചോദിക്കുന്നുണ്ട്, ജപ്പാനിൽ എന്റെ കൂടെ ഉണ്ടായിരുന്നത് നീയായിരുന്നു എന്ന്. അത് കേട്ടതും അവനൊന്ന് ഞെട്ടി. ആകെ ടെൻഷനോട് കൂടി അവൻ പറയുന്നുണ്ട്, അതേന്ന്. നിനക്കതൊക്കെ ഓർമ്മ വന്നെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും ഓർമ്മ വന്നിട്ടില്ല, പക്ഷെ അത് നീയാണെന്ന് എനിക്ക് തോന്നിയെന്ന് അവൾ പറയുന്നുണ്ട്. ആ ഫോട്ടോസിലും വീഡിയോസിലും ഞാൻ എന്തുകൊണ്ടാണ് ഇത്ര സന്തോഷത്തിലിരിക്കുന്നതെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. നിന്റെ ഫോൺ തരാൻ അവൻ പറയുന്നു. ആ ഫോൺ എടുത്തിട്ട് അവൻ ഡിലീറ്റ് ചെയ്ത ആ വീഡിയോ ഡിലീറ്റഡ് ഫോൾഡറിൽ നിന്നും അവളെ എടുത്ത് കാണിക്കുന്നു. ആ വീഡിയോ കണ്ടതും അവൾ ഞെട്ടിപ്പോയി. ആ ദിവസം അവൾ എത്രയധികം സന്തോഷത്തിലായിരുന്നുവെന്ന് അവൾക്ക് മനസ്സിലായി. ഒരു കാരണവശാലും ഇവനെ മറന്നു പോകരുതെന്നും നീ ഒരു ദിവസം കൊണ്ടാണ് ഇവന്റെ കൂടെ പ്രണയത്തിലായതെന്നും ഓർമ്മ നഷ്ടപ്പെട്ടാലും ഈ വീഡിയോ കണ്ട ഉടനെ അവനെ കോൾ ചെയ്യണമെന്നൊക്കെ അതിൽ പറയുന്നുണ്ടായിരുന്നു. ആ ദിവസം എത്രത്തോളം സ്പെഷ്യൽ ആയിരുന്നുവെന്ന് അവൻ നിനക്ക് പറഞ്ഞു തരുമെന്നും അവൾ ആ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. ഈ വീഡിയോ കാണുമ്പോൾ ഇതൊക്കെ ഫേക്ക് ആണെന്ന് കരുതുമെന്നും അവൾ ഒരിക്കലും തന്നെ സ്നേഹിക്കില്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന ദിനോയ്ക്ക് തെറ്റിയിട്ടുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവളുടെ ഉള്ളിൽ ആ ഫീലിംഗ്സ് ഇപ്പോഴും ഉണ്ടായിരുന്നു. പഴയ കാര്യങ്ങൾ ഓർമ്മ വന്നില്ലെങ്കിലും അവനോടുള്ള പ്രണയം അവളുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ അവർ അവിടെ വെച്ച് ഒന്നിക്കുകയാണ്. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.